നമസ്കാരം. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് നോക്കാമേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു അര കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം വൈറ്റ് ഷുഗറും എടുക്കാവുന്നതാണ്. പിന്നെ ചോക്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊക്കോ പൗഡർ എടുക്കുക. ഒരു 85 ഗ്രാം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, ഒരു 125 ml വെള്ളവും പിന്നെ പാൽപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് ഒരു അര ടീസ്പൂൺ, പിന്നെ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്, ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം കൊക്കോ ബട്ടറും എടുക്കാവുന്നതാണ്. അവൈലബിൾ ആണെങ്കിൽ കൊക്കോ ബട്ടർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് നല്ല സോളിഡായിട്ട് തന്നെ ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഷുഗറും ആ വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്യണം. ഷുഗർ ഒരു നൂൽ പരുവാകുന്നിടം വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം, ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കാം, പിന്നെ വാനില എസൻസ്, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഒരു ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കണേ, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ മോൾഡിനകത്തോട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അധികം തണുക്കാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മോൾഡുണ്ട്. അത് വിവിധ ഷേപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഷേപ്പിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ അൺമോൾഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കരുത്. ഇത് നമ്മൾ നോർമൽ ബട്ടർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇനി അടുത്തൊരു റെസിപ്പിയിൽ കാണുന്നവരെ ബൈ.